ഹലോ വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഡേറ്റാബേസ് എന്താണെന്നും പഠിച്ചു. അതേപോലെ ഡേറ്റാബേസിനെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന അവരുടെ സിസ്റ്റത്തിനെ കുറിച്ചും പഠിച്ചു. ഡേറ്റാബേസും DBMSഉം സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കമ്പനി, ഈ കമ്പനിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഡേറ്റാബേസ്, അവരുടെ കാര്യങ്ങൾ സോർട്ട് ചെയ്യാനായിട്ട് ഡേറ്റാബേസ്, പ്രൊഡക്ഷന് വേറെ ഡേറ്റാബേസ്. ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഡേറ്റാബേസ് പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഡേറ്റാബേസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടോ ഉപകാരമുണ്ടോ? കാരണം രണ്ടിടത്തും ഒരേപോലത്തെ ഡേറ്റാസ് ഉണ്ടായിരിക്കും, ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, രണ്ടിടത്തും വരും സ്വാഭാവികമായിട്ടും. അതുമല്ലടാ, ഓരോരുത്തർക്കും ഓരോ ഡേറ്റാബേസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്, നമുക്ക് കുറേ പൈസ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ ആ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ആ ഒരു എൻ്റർപ്രൈസിനെ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? ഒറ്റ ഡേറ്റാബേസിലേക്ക് കൊണ്ടുവരണം, ഒരൊറ്റ ഡേറ്റാബേസിലേക്ക്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയും. ഇവിടെ ഒന്നുമില്ല, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ ഓർഗനൈസേഷൻസിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരൊറ്റ സിസ്റ്റമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും, കണക്ട് ചെയ്യും. എന്തായിട്ട്? അവർക്ക് കോമൺ ആയിട്ട് ഒറ്റ ഡേറ്റാബേസേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ സെയിൽസ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരൊറ്റ ഡേറ്റാബേസ്. എന്നിട്ട് അതിനുള്ളിൽ ഇവർക്ക് സെപ്പറേറ്റ് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഏരിയാസ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഒരു എക്സൽ ഷീറ്റിൻ്റെ അടിയിൽ പല പല സ്പ്രെഡ്ഷീറ്റ് ആഡ് ചെയ്ത് പോയില്ലേ, അതേപോലെ മൊത്തം ഡേറ്റാബേസിനെ, ആ കമ്പനിയുടെ ഫുൾ ഡേറ്റാസിനെ അല്ലെങ്കിൽ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒറ്റ ഡേറ്റാബേസിലേക്ക് കണക്ട് ചെയ്യും. ഇവർക്ക് അതിനുള്ളിൽ സെപ്പറേറ്റ് സ്പേസ് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം അതേപോലെ ചെയ്യും നമ്മളൊരു എൻ്റർപ്രൈസിനെ, ആ ഒരു ബിസിനസ്സിനെ ഫുള്ളി ഒറ്റ സിസ്റ്റമാക്കി മാറ്റുന്ന സോഫ്റ്റ്വെയറിനെയാണ് ERP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ERPയുടെ ഗുണം എന്താ? ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റ എൻട്രി ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡേറ്റാബേസിൽ പോയിട്ട് വേണം ഇവർക്ക് സെയിൽ ചെയ്യാനുള്ള സാധനം ഉണ്ടോ എന്ന് നോക്കണം. നേരത്തെ കേസിൽ അതെന്ത് ചെയ്യും? ടൈം എടുക്കും, നമുക്ക് ഡിലേ ഉണ്ടാക്കും. ഈ ഡിലേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർലി ഇതെല്ലാം ഒറ്റ ഡേറ്റാബേസിൽ കിടക്കുവാണെങ്കിൽ സോർട്ട് ചെയ്തൂടെ? ഡിലേസ് സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താ? ഇൻപുട്ട് എറർ കാര്യങ്ങൾ ചാൻസ് കുറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്താ? ഇപ്പോൾ പ്രൊഡക്ഷനിലുള്ള ഒരു എറർ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഡേറ്റാബേസ് ആണെങ്കിൽ അവിടെ കിടക്കും, നമുക്കത് സോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ എറേഴ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറവായിരിക്കും. പിന്നെന്താ? അതേപോലെ ഇവർ തമ്മിലുള്ള കോർഡിനേഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള കോർഡിനേഷൻസ് പുവർ കോർഡിനേഷൻസ് ആയിരിക്കും. അതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡേറ്റാബേസ് ചെയ്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. ഇവർ പ്രോപ്പർലി കണക്ഷൻ, ഇവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്താലേ ആസ് എ ബിസിനസ്, ആസ് എ എൻ്റർപ്രൈസ് അവിടുത്തെ വർക്ക് കാര്യങ്ങൾ, അവിടുത്തെ വർക്ക് ഫ്ലോ പ്രോപ്പർലി നടക്കത്തുള്ളൂ. അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെ വഴിക്ക് മറ്റേ വഴി വേറെ വഴിക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? ERP എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് വായിച്ചു നോക്കാം. ERP solve this by allowing all department to access and update the same data in real time. എന്താണ്? ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രി ചെയ്തേക്കുന്ന ഡേറ്റയാണ്, ഇത് ഇവർക്ക് മാത്രമല്ല ഇതിലേക്ക് ആക്സസ് ഉള്ളത്, വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഇതിനകത്തേക്ക് ആക്സസ് ഉണ്ട്. ഇതിൻ്റെ അതോറിറ്റേറ്റീവ് ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എറർ കണ്ടു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആവശ്യമുള്ള കാര്യമാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം ആരെ എഡിറ്റ് ചെയ്തെന്നൊക്കെ പ്രോപ്പർലി മനസ്സിലാക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രോപ്പർലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ERPയുടെ കമ്പോണൻസ് എന്തൊക്കെയാണ്? എന്താണ്? നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ് പ്രോപ്പർലി ചെയ്യാം, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര എണ്ണം ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ERP ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതനുസരിച്ച് നമുക്ക് എപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് കൊടുക്കേണ്ടത്, സെയിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റ പോയി നോക്കുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ലോജിസ്റ്റിക്സ്, ഇങ്ങോട്ടേക്ക് വരുന്ന ഇൻബൗണ്ട് മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മൾ ഔട്ട് ബൗണ്ട് പുറത്തേക്ക് പോകുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും ലോജിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എല്ലാ ഡേറ്റാബേസും കൂടെ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇന്ന ദിവസം സെയിലുണ്ട്, സോ ഇന്ന ദിവസം സാധനം പ്രൊഡക്റ്റ് പോകണം, ആ രീതിക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇന്ന ദിവസം ഇത്ര പ്രൊഡക്ഷൻ ചെയ്യാനുണ്ട്, അതിനുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, കോസ്റ്റ്, എക്സ്പെൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? അക്കൗണ്ട് ചെയ്യണം. ഇതെല്ലാം നമുക്ക് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹ്യൂമൻ റിസോഴ്സ്, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുകളില്ല, എംപ്ലോയീസ് ഇല്ല, ഇതൊക്കെ നമുക്ക് പ്രോപ്പർലി ഈ ഒരു ഡേറ്റാബേസിൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്നടുത്ത ആളെ വേണം എന്നുള്ള രീതിയിൽ ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട, ഇപ്പം HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്സസ് ചെല്ലും, മെസ്സേജ് ചെല്ലും, അവരെന്ത് ചെയ്യും? അവർ പ്രോപ്പർലി ഹ്യൂമൻ റിസോഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ അല്ലേ? ഇനി എന്താ?
നമുക്ക് സെയിൽസ് ഓർഡറോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡറോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോപ്പർലി മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ റിസൾട്ട് എന്താ, ബെറ്റർ അക്യുറസി, ഫാസ്റ്റർ പ്രോസസിങ്, നോ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് സ്മൂത്ത് കോർഡിനേഷൻ അക്രോസ് ദി ഓർഗനൈസേഷൻ. അവിടെ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കി നല്ല സ്പീഡിൽ നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ്, നല്ല സ്മൂത്ത് കോർഡിനേഷൻസ് കാര്യങ്ങൾ ബിസിനസ്സിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി ERP സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സും. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അക്കൗണ്ടിങ്, CRM, HR, പ്രൊഡക്ഷൻ, സപ്ലൈ ചെയിൻ എല്ലാത്തിനും നമുക്ക് ഒറ്റ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ, ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ആ ബിസിനസ്സിൽ എന്തൊക്കെ ഉണ്ടോ അതിനെ ഒറ്റ സിസ്റ്റത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് ഫീച്ചറായിട്ട് വരുന്നത്. എന്താണ്, നമ്മളാ ക്യാഷ്, മെറ്റീരിയൽ, ഇൻവെന്ററി ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ റിസോഴ്സസ്, എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിലെന്ന് പറയില്ലേ, അതേപോലെ ERP വെച്ചിട്ട് നമുക്കെല്ലാം ഒറ്റ ഡേറ്റാബേസിൽ ഒറ്റ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ്. ഇവിടെ എന്താ, ഒറ്റ ഡേറ്റാബേസേ ഉള്ളൂ. സോ ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല, റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. ഇവർക്ക് എല്ലാവർക്കും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെറ്റല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ടോപ്പിക്കിലുള്ളത് കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകണം. മടുപ്പൊന്നും അടിക്കാനില്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ അതിൻ്റെ ടോപ്പിക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇനി എന്താ, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഇതൊന്ന് ശ്രദ്ധിച്ചോ, ഞാൻ നോട്ട് ചെയ്ത് പറയുവാണ്, ശ്രദ്ധിച്ചോ. എടാ, നമ്മൾ ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മോസ്റ്റ് കേസിലും കമ്പനീസ് ബിൽഡ് ചെയ്യുന്നതല്ല. ഓക്കെ, പുറത്ത് വേറെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ഒക്കെ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് ERPs ഉണ്ട്. നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മളെ കമ്പനി പോയിട്ട് ERP പർച്ചേസ് ചെയ്യും. ERP പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ERPയിൽ വർക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, ജോബുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന ജോബിൻ്റെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ ഒരു ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ERPയിൽ സെറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അതിനെയാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. നമ്മളെ പ്രോസസ്സിനെ ഒന്ന് റീ എഞ്ചിനീയറിംഗ് ചെയ്യുക, ഒന്ന് റീ അസൈൻ ചെയ്തെടുക്കുക. എന്തിലേക്ക്? ERPയിൽ എന്താണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അതതിൻ്റെ ഒരു നെഗറ്റീവായിട്ടും പറയാം. നമ്മളിപ്പോൾ കറൻ്റ്ലി ചെയ്തേക്കുന്ന വർക്ക് ചിലപ്പം ERPയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളപ്പം ERPയിൽ എന്താണോ പറ്റുന്നത് ആ രീതിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? നമ്മളെ എക്സിസ്റ്റിംഗ് പ്രോസസ്സിനെ എന്ത് ചെയ്യണം, ERP സിസ്റ്റത്തിന് ഫിറ്റ് ആവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് ERP വർക്ക് ചെയ്യുന്നത്? കുറച്ച് എക്സാമ്പിൾസ്. ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തു, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ പോകും. നമുക്ക് പ്രൊഡക്ഷൻ വന്നു, സ്വാഭാവികമായിട്ട് റോ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കും, അല്ലെങ്കിൽ നമ്മളെ വെയർ ഹൗസിൽ ചെല്ലും, പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കും, ഇൻവെന്ററി മെറ്റീരിയൽ ഇരിപ്പുണ്ടോ നോക്കും. ഇല്ല എങ്കിൽ പ്രോപ്പർലി എന്ത് ചെയ്യണം, അത് പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ പോകണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതേപോലെ സെയിൽസ് പേഴ്സൺ ഒരു ഓർഡർ എൻട്രി ചെയ്തു, സെയിൽസ് എൻട്രി ചെയ്തു, ഇൻവെന്ററി, കസ്റ്റമർ ക്രെഡിറ്റ്, അക്കൗണ്ടിങ്, വെയർ ഹൗസ് ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും, അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യും. ആ ടൈമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. സോ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ സെയിൽസ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ ആയിരിക്കും അപ്പം തന്നെ കിട്ടുന്നത്. ഓൺ ടൈമിൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ നടക്കും. ഇനി കസ്റ്റമേഴ്സ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആക്കും. അവർക്ക് കാണാൻ പറ്റും കസ്റ്റമേഴ്സിന് എന്താണ് കറന്റ്ലി അല്ലെങ്കിൽ ഓർഡർ സ്റ്റാറ്റസ് എന്താണെന്നുള്ള രീതിയിൽ. ഇത് ERP മൊത്തത്തിൽ പറയുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ERP എന്ന് പറയുന്ന ഫസ്റ്റ് ഇതാണ്, ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പറയാം. ERP കണ്ടുപിടിക്കുന്നത് ആ ടൈമിൽ നമ്മളെ കമ്പനിക്കുള്ളിലെ കാര്യങ്ങൾ മാത്രമേ സ്മൂത്ത് ആകുന്നുള്ളൂ, അല്ലാതെ കസ്റ്റമേഴ്സിലേക്കും സപ്ലൈസിലേക്കും ഒന്നും പോകുന്നില്ല ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ നമ്മളിപ്പം ERP എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മൊത്തത്തിൽ പറയുന്നതാണ്. പക്ഷേ ERP ആക്ച്വലി നോക്കുമ്പോൾ, ERP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ, ERP 1 എന്നുള്ള ഫസ്റ്റ് ബേസിക് സോഫ്റ്റ്വെയർ നോക്കുമ്പോഴത്തേക്കും അത് കമ്പനിക്കുള്ളിലുള്ള ഇന്റേണലി കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ, പുറത്തേക്കൊന്നും പോകുന്നില്ല. അത് മനസ്സിലാക്കി വെച്ചോണം. കാരണം ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസ് ERP 2 and 3 ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എക്സെപ്ഷൻസ്, എന്തെങ്കിലുമൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ്, ഒരു സെയിൽ വന്നതിനകത്ത് നമ്മൾ ക്രെഡിറ്റ് ചെക്ക് ചെയ്തു, അവരുടെ കാർഡ് നോക്കിയപ്പം പ്രശ്നമാണ്, ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, നമ്മൾ എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും. ഡിക്ലൈൻ ചെയ്യുമ്പോൾ ആ ഷിപ്മെന്റ് ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റോപ്പ് ആവും. ബാക്കിയുള്ള എല്ലാവർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെല്ലും. സാധനം അയക്കാൻ വെച്ചേക്കുവാണെങ്കിൽ തൽക്കാലം അത് ക്യാൻസൽ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അതേപോലെ സ്റ്റോക്കില്ല പ്രൊഡക്ഷൻ നടത്തണം, നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ സ്റ്റോക്ക് ഇല്ല നടത്താൻ പറ്റുമോ, ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് ഓർഡർ റിപ്പോർട്ട് ചെയ്യും. നമുക്ക് സ്റ്റോക്ക് ഇല്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കാര്യങ്ങൾ പോവും, അത് എല്ലാവർക്കും കിട്ടും. സോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, അവിടെ പ്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വലിക്കും. ട്രിഗർ ചെയ്യുക നമ്മൾ തോക്കിന്റെ ട്രിഗർ വലിക്കുക എന്ന് പറയില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അതേപോലത്തെ എക്സെപ്ഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പ്രോപ്പർലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇനി എന്താ, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ആൻഡ് ഈവൻ HR നീഡ്സ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓട്ടോമാറ്റിക്കലി. ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ നമുക്ക് റീസ്കെഡ്യൂൾ ചെയ്യണം, ചെറിയ രീതിയിൽ മാറ്റണം, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഹ്യൂമൻ റിസോഴ്സസ് അവൈലബിലിറ്റി ഇല്ല, നമുക്ക് പുതിയ എംപ്ലോയീസിനെ വേണം, അതിൻ്റെ പ്രോപ്പർ നോട്ടിഫിക്കേഷൻസ് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലത്തെ ആ ഒരു ബിസിനസ്സിനുള്ളിലെ വർക്ക് കോർഡിനേറ്റ് ചെയ്ത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ERP ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പോയിന്റ് ഓർത്തോ,
ERP എന്താണ്? ഇന്റേണലി കണക്ട് ചെയ്യുന്നു. പല ഡിപ്പാർട്ട്മെന്റ്സും മറ്റുമൊക്കെ ഇന്റേണലി കണക്ട് ചെയ്യുന്നു. പുറത്തേക്ക് കസ്റ്റമർ ആയിട്ടോ സപ്ലയർ ആയിട്ടോ ഒന്നും കണക്ഷൻ ഇല്ല. ഇനി നമുക്ക് ഇതിന്റെ അപ്ഡേറ്റഡ് വേർഷൻസ് പഠിക്കാനുണ്ട്. ERP 2ഉം 3ഉം. അതേപോലെ ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കാനുണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പെട്ടെന്ന് വിട്ടോ, അടുത്ത വീഡിയോയിലേക്ക് വിട്ടോ, സ്റ്റോപ്പ് ചെയ്യാനൊന്നുമില്ല. ഈ യൂണിറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.